അസ്സലാമലൈക്കും. ഞാനൊരു പാക്ക് ബ്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡ് ഭാഗം ഇതുപോലെ കളഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്യുന്ന അടിപൊളി ഒരു റെസിപ്പിയുമായാണ് ഞാൻ വന്നത്. വീട്ടിലുള്ള ചേരുവകൾ വേണ്ടു. ഇനി നമുക്കൊരു മാംഗോ എടുക്കാം. മാങ്ങ ഇതുപോലെ നാരില്ലാത്ത മാങ്ങയായിരിക്കണം, നല്ല പഴുത്ത മാങ്ങയായിരിക്കണം. അതിൻ്റെ തൊലി ചെത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ടാക്കി എടുക്കാം. ഒരു കഷ്ണം ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കിയിട്ട് അത് മാറ്റി വെക്കണം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് പേസ്റ്റാക്കി എടുക്കാം. ഈ ഒരു പീസാണ് മാറ്റി കൊടുക്കേണ്ടത്. ഇത് മാറ്റി വെക്കാം. ഇനി ഈ മുക്കാൽ ഭാഗം കൊണ്ടുപോയിട്ട് നമുക്ക് നല്ലോണം പേസ്റ്റാക്കി എടുക്കാം. രണ്ടാമത്തെ മിക്സി ജാറിലാണ് ഇട്ടത്. ഇതുപോലെ പേസ്റ്റാക്കി എടുക്കണം. അടിപൊളിയാണ്, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഒരു പാൻ എടുത്ത് അതിലേക്ക് 1/2 ലിറ്ററിൻ്റെ 2 കൊട്ട പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 1/2 ലിറ്റർ മാത്രം മതിയെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. കോൺഫ്ലെക്സ് ഇല്ലേ, അത് 2 ടേബിൾ സ്പൂൺ എടുക്കണം. 2 കയ്യിൽ പാൽ അതിൽ നിന്ന് തന്നെ എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലെക്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സാക്കി കൊടുക്കണം. കോൺഫ്ലെക്സ് എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ. എന്തെല്ലോ ആവശ്യത്തിനും പുഡിങ്ങിനൊക്കെ ആവശ്യമല്ല. അപ്പോൾ ചൈന ഗ്രാസും ജലാറ്റിനും ഒന്നും നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. കസ്റ്റർഡ് പൗഡറാണ്, അത് 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കണം. എന്നിട്ട് നേരത്തെ പാലിൽ നിന്ന് തന്നെ 2 കയ്യിൽ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കണം. നിങ്ങൾക്ക് കസ്റ്റർഡ് പൗഡർ വേണമെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ കോൺഫ്ലെക്സിൽ അത് ഒഴിവാക്കാം. പക്ഷേ ഇത് 3 കൂടി ചേരുമ്പോഴാണ് നല്ല ടേസ്റ്റ്. 2 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാര ഇട്ടുകൂടെ നല്ല മധുരം വേണം ഇതിന്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഇനി ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കാൻ വെക്കാം. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വാനില എസൻസ് ആയാലും മതി. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമ്മുടെ മാംഗോ പ്യൂരി ഇല്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ നല്ലോണം പേസ്റ്റാക്കി എടുക്കണം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചെറിയ കട്ട പിടിക്കലുണ്ടാവും, എന്നാൽ അത് ലാസ്റ്റ് മിക്സാക്കി കൊടുക്കുമ്പോൾ മാറിക്കൊള്ളും. ഇനി കസ്റ്റർഡ് പൗഡറും ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം. ഇനി ഹൈ ഫ്ലെയിമിലാക്കരുത്, അപ്പോഴാണ് കട്ട പിടിക്കുക. ഇനി കോൺഫ്ലെക്സ് ഒഴിച്ചു കൊടുക്കണം. 3 കൂടിയിട്ട് നന്നായി മിക്സാക്കി കൊടുക്കണം. ഇപ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ചെറിയ കുട്ടികൾക്ക് വല്ലാതെ ഇഷ്ടപ്പെടും ഇത്. ഇത്ര തിക്കായ മതി. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഒരു പുഡിങ് ട്രൈയോ മറ്റെന്തെങ്കിലും പാത്രം എടുത്തിട്ട് ഇതുപോലെ ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ പുഡിങ് ഇല്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം മുങ്ങത്തൊക്കെ വിധം ഒഴിച്ചു കൊടുക്കണം, അതായത് ബ്രെഡിലേക്ക് പിടിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അടിയിൽ ആദ്യം തന്നെ ഈ പുഡിങ് ഒഴിച്ചു കൊടുത്തിട്ട് മുകളിൽ ബ്രെഡ് വെച്ച് കൊടുത്താലും മതി. അങ്ങനെയാകുമ്പോൾ നല്ലോണം ടേസ്റ്റും കൂടും. പിന്നെ ഇതുപോലെ ചെയ്താൽ മതി, പക്ഷെ നിങ്ങൾക്ക് മുങ്ങുന്നില്ലെങ്കിലാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് നമ്മൾ പീസാക്കിയ ഇതില്ലേ ചെറിയ മാങ്ങ, അത് ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ പീസാക്കിയ മാങ്ങ ഇട്ട് കൊടുക്കാം. മുകളിൽ വീണ്ടും ബ്രെഡ് വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. തലേന്ന് ഉണ്ടാക്കിയിട്ട് സെറ്റാക്കിയിട്ട് പിറ്റേന്ന് കഴിക്കണം, അന്നേരം ടേസ്റ്റ് കൂടുക. ബ്രെഡാണെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഇതുപോലെ ബ്രെഡ് വെച്ച് കൊടുക്കണം. ഇടയൊന്നും ഇല്ലാതെ എല്ലായിടത്തും ബ്രെഡ് വെച്ച് കൊടുക്കണം. ബാക്കിയുള്ളത് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ മൊത്തത്തിൽ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബ്രെഡ് നന്നായി കുടിക്കും ഈ പുഡിങ്. ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കണം സ്പാച്ചില കൊണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നേരത്തെ മാംഗോൻ്റെ പീസ് ഇല്ല, അത് ഇട്ട് കൊടുത്തിട്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ചെറീസും ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കൈമ ഏത് നട്ട്സ് ഇടില്ലെന്ന് വിചാരിച്ചാൽ അത് ഇട്ട് കൊടുത്താൽ മതി. ഞാനിത് 3 ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കവർ ചെയ്ത് വെക്കണം. തുറന്ന് വെക്കരുത്, കവർ ചെയ്ത് വെക്കണം. ഞാൻ പിറ്റേന്നാണ് എടുത്തത്. അടിപൊളി ടേസ്റ്റാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ എൻ്റെ മറ്റ് വീഡിയോസും കാണാൻ മറക്കരുത്. എല്ലാം നല്ല വീഡിയോസാണ്. ഒരുപാട് കേക്കിനെ പറ്റിയിട്ടുള്ള ടിപ്സും മറ്റുമൊക്കെ ഉണ്ട്. ഇതാ പിറ്റേന്ന് ഞാൻ തുറന്നെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പീസ് കട്ടാക്കി കാണിച്ചു തരാം. ഇതുപോലെ കുറേ പീസാക്കി വെക്കണം. അതിൽ നിന്ന് ഒരു പീസ് എടുക്കാം. ചെറിയ ചെറിയ പീസാണ്, കാണാൻ ഭംഗിയും ടേസ്റ്റും ഉണ്ടാവില്ല. ടേസ്റ്റല്ല, ഇതാ നല്ല സെറ്റായിട്ടുണ്ട്. ബ്രെഡാണെന്ന് മനസ്സിലാവുന്നില്ല. എല്ലാം കൂടി ഒന്നിച്ച് പിടിച്ചിട്ടുണ്ട്. താങ്ക് യു.